മക്കളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് തരാം. ആരുമില്ലേ? ഇത്രയും കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. മക്കളെ കേൾക്കുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്ത കുട്ടികളെ. ഓക്കെ 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 ജീവ, നമ്മളന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ടെക്നിക്കൽ എറർ ആയിരുന്നു, അത് നമ്മളിനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം 3 ദിവസമായിട്ട് ഇത് നമ്മുടെ നെറ്റിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും ഇന്നത്തെ ദിവസം തന്നെ. കാര്യം ഇത് ഈ 1857 മംഗൾ പാണ്ഡെ ആണോ അറിയില്ല, ഇവിടെ എന്താ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡിലായിരുന്നു. എങ്കിലും നമ്മള് ക്ലാസ് എന്നും നടത്തുന്ന ഫ്രീ ലൈവ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഇമ്പോർട്ടന്റ് പോർഷൻസ് ടോപ്പിക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ് എന്നും കിട്ടുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് കുട്ടികളെ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അറിയാമല്ലോ. 1857 മെയിൻ ഇമ്പോർട്ടന്റ് പോർഷൻസ് ഓഫ് ദ മോഡേൺ ഹിസ്റ്ററി. ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സിലബസ് ഹിസ്റ്ററിക്കകത്ത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. അത് മോഡേൺ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടന്റ് പോർഷൻസ് ആണ്. അന്നേരം അത് നിങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് കൂട്ടി പഠിക്കുക, മുന്നോട്ട് പോവുക. നമ്മുടെ ചാനല് എല്ലാ കുട്ടികളും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാ ദിവസങ്ങളും ഫ്രീ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. 2 ദിവസമായി കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരുന്നു, അതിന് ക്ലിയർ ആയി, അതിനെ മുന്നോട്ട് പോവുകയും ചെയ്യും. നല്ലതുപോലെ തന്നെ ക്ലാസ് പോകും. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. നമ്മൾ കുറച്ച് പോർഷൻസ് തുടങ്ങി വെച്ചായിരുന്നു കറണ്ട് അഫയേഴ്സിന്റെ നാഷണൽ ന്യൂസ് വരെ. ഈ നാഷണൽ ന്യൂസ് കഴിഞ്ഞ് ബാക്കി ഇന്റർനാഷണൽ ന്യൂസ് തൊട്ട് ഇനി അടുത്ത ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. അന്നേരം GK പ്ലസ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മുടെ GK പ്ലസ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. ഓക്കെ, അന്നേരം ഇത് ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾക്കെല്ലാം വരുന്ന ഏത് എക്സാമിലും, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഏത് എക്സാമിലും നിങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അതിന്റെ രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കുക. ഓക്കെ, പൂർണ്ണമായിട്ടും 1857 കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ പോവാം. എന്താണ് 1857? എന്തൊക്കെയാണ് അതിന്റെ അനന്തര ഫലങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായത്? ആരൊക്കെ ഇതിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ലീഡ് ചെയ്തു? ഇതിനകത്ത് 1857 മെയിൻ ബുക്സ്, അതിന്റെ ആദേഴ്സ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ ടോപ്പിക്കില്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ് 1857 റിവോൾട്ട് 1857 ഒന്ന് ചെറുതായി മനസ്സിലാക്കാം. ദി ഇന്ത്യൻ മ്യൂച്ചറി വാസ് വിഡ്സ്പെഡ് ബട്ട് അൺസക്സസ്ഫുൾ റിബല്ലിയൻ അഗെയിൻസ്റ്റ് റൂൾ ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ പരാജിതമായിരുന്നെങ്കിലും ഒരു സംഘടിതമായിട്ടുള്ള ഒരു കലാപമായിരുന്നു 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യ വിച്ച് ഫങ്ഷൻഡ് സോവറൈൻ പവർ ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ. ബ്രിട്ടീഷ് കിരീടത്തിന് മേലുള്ള ഒരു പരമാധികാരം ഇതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഹെഡിങ്. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. റിവോൾട്ടിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയാം. ഇറ്റ് വാസ് expressions of organized resistance against the British East India Company. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ഏതാ? റിവോൾട്ട് 1857. ഓക്കെ, ഇറ്റ് ബിഗാൻ ദ റിവോൾട്ട് ഷിബോയ്സ്. ആരാടാ? ഷിബോയിൽ നിന്ന്, അതായത് ഷിബായിൽ നിന്ന് തുടങ്ങി. ആർക്കെതിരെ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഷിബായിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് ബഹുജന പങ്കാളിത്ത പെട്ട് but eventually secured a participation of masses. എന്ന് വെച്ചാല് ഷിബായിൽ തുടങ്ങിയ ഈ കലാപം ബഹുജന പങ്കാളിത്തം ഉറപ്പാക്കി. മറ്റുള്ളവരും കൂടി ഇതിനകത്ത്
പങ്കെടുത്തു. ഓക്കെ, ദ റിവോൾട്ട് ഈസ് നോൺ ആസ് സെവറൽ നെയിംസ്, പല പേരുകളിലാണ് കുട്ടികളെ ഇത് അറിയപ്പെടുന്നത്. ശിപായി മ്യൂച്ചിനി, ഇന്ത്യൻ മ്യൂച്ചിനി, ഗ്രേറ്റ് റിബലിയൻ ആൻഡ് റിവോൾട്ട് ഓഫ് 1857, ഇന്ത്യൻ ഇൻസറക്ഷൻ ആൻഡ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ആര് പറഞ്ഞു? ബൈ വിനായക ദാമോദർ സവാർക്കർ. ആരായത് പറഞ്ഞത്? ഇന്ത്യൻ, അതായത് 1857 വിളിച്ചത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് VD സവാർക്കർ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഇത് എന്തെല്ലാം കാരണങ്ങളാണ് കുട്ടികളെ നമ്മൾ ഈ 1857 റിവോൾട്ടിലോട്ട് നയിച്ചതിന്റെ കാരണങ്ങൾ? പൊളിറ്റിക്കൽ കേസ് ഉണ്ടായിരുന്നു, എക്കണോമിക് കേസ്, മിലിറ്ററി കേസ്, സോഷ്യൽ റിലീജിയസ് കേസസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കേസസ് ആയിരുന്നു. ഇത്തരം കാരണങ്ങളാണ് നമ്മളെ ഈ ഒരു 1857 എന്നൊരു റിവോൾട്ടിലേക്ക് ആൾക്കാരെ നയിച്ചത്, നേതാക്കന്മാരെ നയിച്ചത്. ഓക്കെ, ഇതെന്താണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. പൊളിറ്റിക്കൽ കേസാണ് ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ കേസാണ് കുട്ടികളെ. The British East India Company increasing power, the Doctrine of Lapse and Vernacular Press Act. Doctrine of Lapseലും Vernacular Press Actലും ഈ ബ്രിട്ടീഷുകാരുടെ ഇൻക്രീസിങ്, ഇരട്ടിച്ചു വരുന്ന അവരുടെ അധികാരം, ഇതിനകത്ത് അധികാരം എടുത്തു. ഏതാ കൂടുതൽ അധികാരം? വെർണാക്കുലർ പ്രസ് ആക്ടും ഡക്ട്രൈൻ ഓഫ് ആക്ട്സിലും എടുത്തു. ദി ഡക്ട്രൈൻ ഓഫ് ലാപ്സ് forced the British annex princely states such as Sadara, Jhansi, which frightened other royal families. ഇത് ഡക്ട്രൈൻ ഓഫ് എവിടെയൊക്കെ എഫക്ട് ചെയ്ത്? സദാരെ നാട്ടുരാജ്യങ്ങളുമായി കൂട്ടിച്ചേർക്കുന്നതിനും ഝാൻസിയെ കൂട്ടിച്ചേർക്കുന്നതിനും കൂടാതെ റോയൽ ഫാമിലീസ്, രാജകുടുംബങ്ങളെയും ഇത് എഫക്ട് ചെയ്തു. അതായിരുന്നു പൊളിറ്റിക്കൽ കേസ്. ഓക്കെ, നെക്സ്റ്റ്, എക്കണോമിക് കേസ് എന്താണെന്ന് നോക്കാം. ദ ബ്രിട്ടീഷ് മൊണോപ്പൊളി ഓൺ ട്രേഡ്, വ്യാപാരമേലുള്ള കുത്തക. ദെയർ എക്സംഷൻ ഫ്രം ടാക്സേഷൻ, അവരെ ടാക്സേഷനിൽ നിന്ന് ടാക്സ് കൊടുക്കാതിരിക്കുക. ദ ഇൻഫ്ലുവൻസ് ഓഫ് ചീപ്പ് ബ്രിട്ടീഷ് മാനുഫാക്ചേർഡ് ഗുഡ്സ് ഇൻ ടു ഇന്ത്യ, നമ്മുടെ നാട്ടിലേക്ക് വില കുറഞ്ഞ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുക. ദിസ് മേഡ് ഡിഫക്റ്റ് ആർട്ടിയൻസ് ആൻഡ് ക്രാഫ്റ്റ്മാൻ ടു കോമ്പറ്റീവ്. ഇത് കാരണം നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇവർ തമ്മിലൊരു കോമ്പറ്റീവ്, അതായത് ഒരു മത്സര ബുദ്ധി ആകേണ്ട അവസ്ഥ വന്നു. കാരണം ചീപ്പ്, വില കുറഞ്ഞ ഐറ്റംസ് ആണ് നമ്മുടെ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഓക്കെ, പീസൻസ്, കർഷകർക്ക് എന്താണ് ബുദ്ധിമുട്ടുകൾ? സഫേർഡ് ഡ്യൂ ടു ദ ഹൈ റവന്യൂ ഡിമാൻഡ്സ് ആൻഡ് സ്ട്രിക്റ്റ് കളക്ഷൻ പോളിസീസ്. കർഷകർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഹൈ റവന്യൂ ഡിമാൻഡ് കൂട്ടി, അതുകൂടാതെ തന്നെ നികുതി വരുമാനം കളക്ട് സ്ട്രിക്റ്റ് ആക്കിയിരുന്നു. ഇതാണ് എക്കണോമിക് കേസുമായിട്ട് ബന്ധപ്പെട്ട് 1857 കലാപത്തിലോട്ട് നയിച്ച കാരണങ്ങളായ എക്കണോമിക് കേസസ്. ഓക്കെ, നെക്സ്റ്റ്, മിലിറ്ററി കേസസ്. എന്തൊക്കെയാണ് കുട്ടികളെ മിലിറ്ററി കേസസ്? ലോ സാലറി, കുറഞ്ഞ ശമ്പളം, പുവർ പ്രോസ്പെക്ടസ് ഫ്രം പ്രൊമോഷൻസ്, ഇത് ഡിസ്പ്രോപ്പോർഷൻസ് ബിറ്റ്വീൻസ് ഇന്ത്യ ആൻഡ് ബ്രിട്ടീഷ് ട്രൂപ്സ്. അതായത് ഇന്ത്യക്കാരും ബ്രിട്ടീഷ് ട്രൂപ്സും തമ്മിലുള്ള അകൽച്ച, ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓഫീസേഴ്സ് ആൻഡ് ഇന്ത്യൻ സോൾജേഴ്സ്, ഇന്ത്യൻ സോൾജേഴ്സും ഓഫീസേഴ്സും തമ്മിലുള്ള സാമൂഹിക അകലം. ദ ജനറൽ സർവീസ് എൻലൈസ്മെന്റ് ആക്ട് ആൾസോ അലൗഡ് ദ ബ്രിട്ടീഷ് ടു സെൻഡ് ഇന്ത്യൻ സോൾജേഴ്സ്, അതായത് ഇന്ത്യൻ സോൾജേഴ്സിനെ ബ്രിട്ടീഷിലേക്ക് കൊണ്ടുപോകാനുള്ള ഈ ജനറൽ എൻലൈസ്മെന്റ് ആക്ട് നടപ്പിലാക്കിയതും മിലിറ്ററി കേസാണ്. ഏതാ? 1857 എന്ന റിവോൾട്ടിലേക്ക് കാരണമായതാണ്. ഇത്രയും പറയുന്ന ലോ സാലറി ആയിരുന്നു കുട്ടികളെ, പ്രൊമോഷൻ കുറവായിരുന്നു എല്ലാവർക്കും. അവിടുത്തെ ശിപായികൾ, അതായത് പട്ടാളക്കാർക്കുള്ള പ്രൊമോഷൻസ്, ഡിസ്പോർഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബ്രിട്ടീഷ് ട്രൂപ്സ്, ഇന്ത്യയും ബ്രിട്ടീഷ് ട്രൂപ്സും തമ്മിലുള്ള അകൽച്ച, ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസ്, സാമൂഹികപരമായിട്ട് തമ്മിലുള്ള അവിടുത്തെ ഓഫീസേഴ്സും ആൻഡ് സോൾജേഴ്സും തമ്മിലുള്ള സാമൂഹിക അകൽച്ച. അതിന്റെ ഒരു ആക്ട് നടപ്പിലാക്കിയായിരുന്നു, ജനറൽ സർവീസ് ഇൻവെസ്റ്റ്മെന്റ് ആക്ട്. ഇതെന്താ? അത് ബ്രിട്ടീഷുകാരെ, ഇന്ത്യക്കാരെ ബ്രിട്ടീഷിലോട്ട് സോൾജിയറിനെ കൊണ്ടുപോകാനുള്ള ഒരു ആക്ട് ആയിരുന്നു. ആ ബുദ്ധിമുട്ട് കാരണമാണ് 1857 കലാപത്തിലോട്ട് മിലിറ്ററി കേസ് എന്ന പേരിൽ നമ്മൾ ആ കലാപത്തിലോട്ട് പോയതിന്റെ മെയിൻ റീസൺസ്. ഓക്കെ, നൈസ്. സോഷ്യൽ റിലീജിയസ് കേസസ്, ഇതാണ് മെയിൻ ഇമ്പോർട്ടന്റ്. ഇവിടാണ് നമ്മുടെ 1857 കലാപം മെയിനായിട്ട് പൊട്ടിപ്പുറാനുള്ള മെയിൻ റീസൺസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗ്രേസ് ബുള്ളറ്റ് ആണ്. ഗ്രേസ് ബുള്ളറ്റ് എന്ന് വെച്ചാല്
ഇത് കാട്രിഡ്ജ് എന്ന് പറയും. അതായത് മൃഗക്കൊഴുപ്പടങ്ങിയ കാട്രിഡ്ജ് ഈ ഇൻഫീൽഡിനകത്ത് നമ്മൾ നിറച്ച് ഫയർ ചെയ്യേണ്ട രീതി അവിടുത്തെ നമ്മുടെ സോൾജിയേഴ്സിന്, അവിടുത്തെ ശിപായിമാർക്ക് ഉണ്ടായി. അത് കാരണമാണ് മെയിനായിട്ട് ഈ എങ്ങോട്ട് പോയത് 1857 എന്നൊരു കലാപത്തിലേക്ക് നയിച്ച മെയിൻ റീസൺസ് ആണിത്. മൃഗക്കൊഴുപ്പടങ്ങിയ ബുള്ളറ്റ്, ഇതിനകത്ത് തിരകൾ എന്ന് പറയും, അതിന് നമ്മൾ ഇതിനകത്തോട്ട് നടത്തി. മെനി പീപ്പിൾസ് സാ ചേഞ്ചസ് ഇൻ ദ ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റി. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ ഇല്ലാതാക്കിയുള്ള കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാർ. അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഏത്? ഈ എൻഫീൽഡിനകത്ത് മൃഗക്കൊഴുപ്പടങ്ങിയ ബുള്ളറ്റുകൾ നിറയ്ക്കുക എന്നുള്ളൊരു പ്രോസസ്സിലാണ് ഈ മെയിനായിട്ട് ഇതിനകത്ത് 1857 പോകാനുള്ള കാരണം. ഓക്കെ കുട്ടികളെ, അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെയാണ് ചേഞ്ച് വന്നതിന്റെ കാരണങ്ങൾ നോക്കാം. ദ റീപ്ലേസ്മെന്റ് ഓഫ് ഗവർണർ ജനറൽ മാറി വൈസ്രോയി ഓഫ് ദി ഓഫീസ്, അതായത് ഗവർണർ ജനറൽ ഓഫീസ് വൈസ്രോയി ഓഫീസ് ആക്കി. The recognitions of Indian rulers' rights and abolitions of the doctrinal laws. ഇന്ത്യൻ ഭരണാധികാര റൂളേഴ്സിന്റെ അവകാശങ്ങളും എല്ലാം ഡോക്ട്രിനൽ ഓഫ് മുഖേന നിരോധിച്ചു. ഗവർണർ ജനറൽ എന്ന ഓഫീസ് മാറി വൈസ്രോയി ഓഫീസായി. ഓക്കെ, പിന്നെ അവിടുത്തെ ഇന്ത്യൻ ഭരണാധികാരിയുടെ അവകാശങ്ങള് ഈ ഡോക്ട്രിനൽ ഓഫ് മുഖേന അബോളിഷ് ചെയ്തു. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് ആണ് എങ്ങോട്ട് പോയത് 1857 കലാപത്തിലേക്ക് നയിച്ചത്. നെക്സ്റ്റ് നമ്മള് കുറച്ച് സ്ഥലങ്ങളുണ്ട് നേതൃത്വം നൽകിയ, അവരെ കുറിച്ച് പറയാം. ലക്നൗ, ക്യാപിറ്റൽ ഓഫ് ആവധ്. ലക്നൗ ആരാ നേതൃത്വം വെച്ചാൽ മെയിൻ ഇമ്പോർട്ടന്റ് ലീഡാണ്. എല്ലാ മത്സര പരീക്ഷകളും ജയിക്കാറുണ്ടാണ് ബീഗം ഹസ്രത്ത് മകളാണ്. ലക്നൗ ലീഡ് ചെയ്തത് ബീഗം ഹസ്രത്ത് മകളാണ്. ഈ 1802 കലാപത്തിനെതിരായി ലക്നൗ എന്ന ദേശം ലീഡ് ചെയ്തു. ഓക്കെ, വൺ ഓഫ് ദി ബീഗം ഓഫ് എക്സ് കിങ് ഓഫ് അവധ് ടുക്ക് ദ ലീഡർഷിപ്പ് ഓഫ് റിവോൾട്ട്. ഓക്കെ, ഇത് നമ്മുടെ അവധിലെ ഒരു മുൻ ഭരണാധികാരിയുടെ ബീഗമായിരുന്നു. ആര്? ബീഗം ഹസ്രത്ത് മകള്. ഓക്കെ, ആരാണ് കുട്ടിയെ നയിച്ചത്? ലക്നൗ നയിച്ചത് ബീഗം ഹസ്രത്ത് മകള്. നെക്സ്റ്റ് കാൺപൂർ ആരാ മക്കളെ നയിച്ചത്? കാൺപൂർ നയിച്ചത് നാനാ സാഹിബാണ്. ആരുടെ ദത്തപുത്രനാണ്? പേഷ്വാ ബാജി സെക്കൻഡിന്റെ ദത്തപുത്രനാണ് ആര്? നാനാ സാഹിബ്. നെക്സ്റ്റ് ഝാൻസി ആരാ കുട്ടിയെ നയിച്ചത്? 22 years old Rani Lakshmi Bai the rebels when the British refused to accept the claim of adopted son the throne of Jhansi. അതായത് ദത്ത് പുത്രന്മാരെ മുൻ ഭരണാവകാശം, അനന്തര ഭരണാവകാശം കൊടുക്കാത്തതിന്റെ പേരിലാണ് ഡക്ട്രൈൻ ഓഫ് ലാക്സ് എന്നൊരു കാര്യം നടപ്പിലാക്കിയത്. ഇത് കാരണം അനന്തരാവകാശം, അതായത് ദത്ത് പുത്രന്മാർക്കുള്ള ഭരണ ചുമതല കൊടുക്കാനുള്ള നിയമമില്ല. അതായിരുന്നു ഡക്ട്രൈൻ ഓഫ് ലാക്സ്. ഇത് പ്രകാരമാണ് ഝാൻസി റാണി ഇതിലേക്ക് പോയത്. ഷീ ഫോർട്ട് ഗാലന്റ്ലി അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഫോഴ്സ് ബട്ട് അൾട്ടിമേറ്റ്ലി ഡിഫീറ്റഡ് ബൈ ഇംഗ്ലീഷ്. ഇവരുമായി പൊരുതി, പക്ഷേ അവസാനം തോൽപ്പിച്ചു ഇംഗ്ലീഷുകാര്. ആരെ? ഝാൻസി റാണി ലക്ഷ്മിബായിയെ തോൽപ്പിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഗോളിയർ. ആഫ്റ്റർ റാണി ലക്ഷ്മിബായി എസ്കേപ്ഡ്, ഇവിടുന്ന് ബ്രിട്ടീഷുകാരുടെ നിന്നും രക്ഷപ്പെട്ടു വന്ന എന്താ ചെയ്തത്? ഷി വാസ് ജോയിൻഡ് ബൈ താന്ത്യാത്തോപ്പിയുടെ സംഘടനയുമായിട്ട് ചേർന്നു. അതിനുശേഷം ടുഗദർ ദേ മർച്ച്ഡ് ഗോളിയർ ക്യാപ്ചേർഡ് ഇറ്റ്. ഗോളിയർ തിരിച്ചു പിടിച്ചു. ഓക്കെ, ഫിയേഴ്സ് ഫൈറ്റിംഗ് ഫോളോവഡ് വിയർ റാണി ഝാൻസി ഫോർട്ട് ലൈക്ക് ടിഗ്രസ് ബട്ട് ഡയറ്റ്. ആ ഒരു തിരിച്ചുപിടിയിൽ അല്ലെങ്കിൽ അതിന് പ്രകാരമാണ് റാണി ലക്ഷ്മിബായി മരിക്കാനിടയുള്ള കാരണങ്ങൾ. ഓക്കെ, ഫൈറ്റിംഗ് ടു ദി വെരി എൻഡ് ഗോളിയർ വാസ് റീക്യാപ്ചേർഡ് ബൈ ബ്രിട്ടീഷ്. അവസാനം ഗോളിയർ വീണ്ടും ബ്രിട്ടീഷുകാര് തിരിച്ചു പിടിച്ചു. ഓക്കെ, കഥകള് നമ്മൾ അറിഞ്ഞിരിക്കണം, ഓരോ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം കുട്ടികളെ. കാര്യം എന്ന് വെച്ചാൽ ഇത്ര ഇമ്പോർട്ടന്റ് ലെസൺസ്, അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്താണ് 1857 അറിഞ്ഞ ശേഷം നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം, പിന്നെ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ തരാം. ഓക്കെ, ബീഹാർ. The revolt was led by Kanwar Singh ആണ് ബീഹാർ നയിച്ചത്. Who belonged the royal house of Jagdishpur.
ബീഹാർ രാജകുടുംബത്തിൽ ജഗദീഷ്പൂർ രാജകുടുംബത്തിലെ അംഗമായിരുന്ന കൻവർ സിംഗ് ആണ് അവിടെ ബീഹാർ എന്ന സ്ഥലം നയിച്ചത്. 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ബീഹാർ നയിച്ചാരാണ്? കൻവർ സിംഗ് ആണ്. ഓക്കെ. സസ്പെൻഷൻസ് ആൻഡ് റിവോൾട്ട്. The revolt 1857 lasted for than a year. It was suppressed by the middle of 1858. ഈ 1857 എന്നൊരു കലാപം 1857 മുതൽ ഒരു വർഷത്തോളം നീണ്ടു നിന്നു. ഏകദേശം 1852 മധ്യകാലഘട്ടം വരെ. ഓക്കെ. എന്നായിരുന്നു? ഓൺ ജൂലൈ 8, 1858 14 months നീണ്ടു നിന്ന കലാപമായിരുന്നത്. ആഫ്റ്റർ ഔട്ടർ ബ്രേക്ക് ഇൻ മീററ്റ്. എവിടെയാണ് അവസാനിച്ചത്? മീററ്റില്. ഓക്കെ. പീസ് വാസ് ഫൈനലി പ്രിക്ലൈംഡ് ബൈ ലോർഡ് കാനിങ്. ലോർഡ് കാനിങ് ബാക്കി ശാന്തി പ്രഖ്യാപിച്ചു. ലോർഡ് കാനിങ് ആണ് ഇടപെട്ട് ലാസ്റ്റ് വർക്ക് സമാധാനം പ്രഖ്യാപിച്ചത്. ഇവിടെ 1858 ജൂലൈ 8-നാണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മള് ഇത് എന്തുകൊണ്ട് ഇടുന്നെന്ന് വെച്ചാല് അഫ്കാറ്റിന്റെ നോട്ടിഫിക്കേഷൻ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ഇട്ട് കുട്ടികൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുള്ള സുവർണാവസരമാണിത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും +2 ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ തന്നെ ഒരു ഓഫീസർ ആവുക. അഫ്കാറ്റ് വഴി എയർഫോഴ്സിൽ ഫ്ലൈയിങ് ഓഫീസർ ആവുക. ഫ്ലൈയിങ് ഓഫീസർ ആണ് കുട്ടികളെ. ഫ്ലൈയിങ് ഓഫീസർ ആണ്. എന്നാൽ ഇത്രയും നല്ലൊരു ജോലിയാണ്. എന്നാൽ കുട്ടികൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിന് അഫ്കാറ്റിന് വേണ്ട ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് ഡിസംബർ 31 വരെയുള്ളൂ. ഡിസംബർ 31 വരെ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം. ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ് ആണ്. ഏകദേശം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് സൈറ്റ് ജാം ആവും. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ചെന്ന് അഫ്കാറ്റ് അപേക്ഷിക്കുക. ഓക്കെ. എയർഫോഴ്സിലോട്ട് ഫ്ലൈയിങ് ഓഫീസർ പൈലറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ഏറ്റവും നല്ലൊരു ജോലിയാണ്. ഓഫീസർ പദവിയിൽ അതേ ശമ്പളം. അതിൽ ശമ്പളം എന്ന് വെച്ചാൽ ഏകദേശം 1 lakhന് മുകളിലാണ് സ്റ്റാർട്ടിങ് സാലറി തന്നെ. +2 ആണ് യോഗ്യത. ഓക്കെ. എല്ലാ കുട്ടികളും ചെന്ന് +2 സയൻസ് എടുത്ത കുട്ടികൾക്കെല്ലാം ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ക്ലാസ് നമ്മുടെ ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ. ഓക്കെ കുട്ടികളെ. നെക്സ്റ്റ് നമുക്ക് ഈ റിവോൾട്ടുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളായിരുന്നു, കൂടാതെ തന്നെ ഏതൊക്കെ ലീഡർ ആയിരുന്നു, അവരെ ഏത് ഭരണാധികാരിയാണ് അടിച്ചമർത്തിയത്, ഈ മൂവ്മെന്റ് അടിച്ചമർത്തിയത് അതെന്ന് പറയും. ഡൽഹി നയിച്ചിരുന്നത് ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ജോൺ നിക്കോൾസൺ ആണ് ഇത് സപ്രസ് ചെയ്തത്, അടിച്ചമർത്തിയത്. അതായത് അവര് മുന്നോട്ടുള്ള മൂവ്മെന്റ് സപ്രസ് ചെയ്തത് ആരാ? ജോൺ നിക്കോൾസൺ ആണ്. ലക്നൌവില് നമ്മൾ നേരത്തെ പറഞ്ഞു ബീഗം ഹസ്രത്ത് മഹൽ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഒത്തിരിയും പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ബീഗം ഹസ്രത്ത് മഹൽ ഹെൻറി ലോറൻസ് ആണ് അത് അടിച്ചമർത്തിയത്. ഓക്കെ. കാൻപൂറില് നാനാ സാഹിബാണ്. സർ കോളിംഗ് ക്യാമ്പൽ ആണ്. ഝാൻസി ആൻഡ് ഗോളിയറില് റാണി ലക്ഷ്മിബായി ആണ്. ജനറൽ ഹ്യൂജ് റോസ് ആണ്. ബറേലി ഖാൻ ബഹദൂർ ഖാൻ സർ കോളിംഗ് ക്യാമ്പൽ ആണ്. അഹമ്മദാബാദ് ആൻഡ് ബനാറസ് മൗലവി ലിയാഖത്ത് അലി കേണല് ഓൺസൽ ആണ്. ഓക്കെ. ബീഹാറിലായിരുന്നു കൻവർ സിംഗ് ആണ്. വില്യം ടൈലറുമായിട്ടായിരുന്നു ഏറ്റുമുട്ടി. ഓക്കെ. എന്നാൽ ഇത്രയും സ്ഥലങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. മെയിനായിട്ട് ഓരോ ലീഡറും ഓരോ സ്ഥലങ്ങള് 1857 കലാപത്തെ നയിച്ച സ്ഥലങ്ങളാണ്. ഓക്കെ. നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. വൈ ഡിഡ് ദ റിവോൾട്ട് ഫെയിൽ? എന്തുകൊണ്ടാണ് കുട്ടികളെ ഈ റിവോൾട്ട് പരാജയമായിരുന്നല്ലോ. അന്നേരം എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. Although the revolt was fairly widespread, a large part of the country remained unaffected. ഒരു ഭൂരിഭാഗം ഇന്ത്യയിലെ ദേശങ്ങളിൽ ഇത് എഫക്റ്റ് ചെയ്തില്ല. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഈ 1857 എന്ന റിവോൾട്ട് എഫക്റ്റ് ചെയ്തിട്ടുള്ളൂ. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺസ്. ഓക്കെ. നെക്സ്റ്റ്, the revolt is mainly confined to the Doab regions, Sindh,
രാജ്പുര, കാശ്മീർ, മോസ്റ്റ് പാർട്ട് ഓഫ് ദി പഞ്ചാബ്. ഇത്രയും സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ട്. സിന്ധ്, രാജ്പുര, കാശ്മീർ ആൻഡ് മോസ്റ്റ് പാർട്ട് ഓഫ് ദി പഞ്ചാബ്. ഇത്രയും സ്ഥലങ്ങളിലെ ഉള്ള കുട്ടികളെ ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്ത്. ലാർജ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ഹൈദരാബാദ്, മൈസൂർ, ട്രാവൻകൂർ, കാശ്മീർ as well as smaller one Rajputana did not join the rebellion. ഇത്രയും സ്ഥലങ്ങള് ഇതിനകത്ത് കൂടിച്ചേർന്നിട്ടില്ല. ഈ 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ട് കൂടെ നിന്നിട്ടില്ല. അതൊക്കെയാണ് ഈ റിവോൾട്ട് ഫെയിൽ ആവാനുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. The southern provinces, തെക്കൻ പ്രവിശ്യകൾ did not take a part of it. തെക്കൻ പ്രവിശ്യകളും ഇതിനകത്ത് ചേർന്നിട്ടില്ല. ഏതൊക്കെ കാരണങ്ങളാണ് കുട്ടികളെ? ഒന്നാമത്തെ മെയിനായിട്ട് കാരണങ്ങൾ പറഞ്ഞു. ഭൂരിഭാഗം ദേശങ്ങളും ഇതിനകത്തോട്ട് പങ്കെടുത്തിട്ടില്ല. പിന്നെ കൂടാതെ തന്നെ കുറച്ച് ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. ദോയബ റീജിയൻ, സിന്ധ്, രാജ്പുര, കാശ്മീർ, മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഓഫ് ദി പഞ്ചാബ്. ഓക്കെ. പിന്നെ പങ്കെടുത്തിട്ടില്ലാത്തതാണ് ഹൈദരാബാദ്, പ്രിൻസിലി സ്റ്റേറ്റ്സ് ആൻഡ് ട്രാവൻകൂർ, മൈസൂർ, കാശ്മീർ. സ്മാളർ വൺസ് രാജ്പുട്ടാന did not join the rebellion and the southern provinces did not part of it. ഇത്രയും സ്ഥലങ്ങള് പങ്കെടുത്തിട്ടില്ല. കുറച്ച് ദേശങ്ങളിലേക്ക്, ഭൂരിഭാഗം ദേശങ്ങളിലോട്ട് ഇത് സ്പ്രെഡ് ആയിട്ടുമില്ല. അതാണ് ഈ റിവോൾട്ട് ഫെയിൽ ആവാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺസ്. ഓക്കെ. പിന്നെ ഉണ്ട് റീസൺസ്. നോ എഫക്റ്റീവ് ലീഡർഷിപ്പ് എഫക്റ്റീവ് അല്ലായിരുന്നു. ദ റിബൽസ് ലാക്ക്ഡ് എഫക്റ്റീവ് ലീഡർ ആൾദോ നാനാ സാഹിബ്, താന്ത്യ തോപ്പി, റാണി ലക്ഷ്മിബായി വേറെ ബ്രേവ് ലീഡേഴ്സ്. ഇവരെല്ലാം ധീരമായ ലീഡർമാരായിരുന്നു. പക്ഷേ they could not ever effective leadership in the moment of the poll. ഇവര് ബ്രേവ് ലീഡർ ആയിരുന്നു. പക്ഷെ ഇവർക്ക് ആ ലീഡർഷിപ്പ് കൈകാര്യം ചെയ്യാനുള്ള, എഫക്റ്റീവ് എടുക്കാനുള്ള പറ്റിയില്ല. അതാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് ലീഡർഷിപ്പ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മൈനസ് സംഭവിച്ചു. ഓക്കെ. അടുത്തത് ലിമിറ്റഡ് റിസോഴ്സസ്. എന്തായിരുന്നു? ദ റിബൽസ് ലാക്ക്ഡ് റിസോഴ്സസ്, ടൈം ഓഫ് മെൻ ആൻഡ് മണി. അതായത് മനുഷ്യരുടെയും സമ്പത്തിന്റെയും കുറവുണ്ടായിരുന്നു. അതേസമയം ഇംഗ്ലീഷുകാർക്കോ ഓൺ ദി അതർ ഹാൻഡ് റിസീവ്ഡ് സ്റ്റഡി സപ്ലൈ ഓഫ് മെൻ ആൻഡ് മണി ആൻഡ് ആംസ്. യുദ്ധ സാമഗ്രികളും ഉണ്ടായിരുന്നു, സമ്പത്തും ഉണ്ടായിരുന്നു, കൂടാതെ തന്നെ മനുഷ്യരും, അതായത് ആൾക്കാരും ഉണ്ടായിരുന്നു, സോൾജിയേഴ്സും ഉണ്ടായിരുന്നു. ഓക്കെ. നെക്സ്റ്റ്, നോ പാർട്ടിസിപ്പേഷൻസ് ഓഫ് മിഡിൽ കേസസ്. ഇതിനകത്ത് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്, റിച്ച് മർച്ചന്റ്സ്, ട്രേഡേഴ്സ്, സെമീന്ദാഴ്സ് ആൻഡ് ബംഗാൾ ഹെൽപ്ഡ് ദ ബ്രിട്ടീഷ് ഓഫ് ദ സപ്രസ് ദ റിവോൾട്ട്. ഇതിനകത്ത് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസും റിച്ച് മർച്ചന്റ്സും ട്രേഡേഴ്സും സെമീന്ദാഴ്സും പങ്കെടുത്തില്ല. ഓക്കെ. കൂടാതെ തന്നെ ബംഗാള് ഹെൽപ്പ് ചെയ്തു. സപ്രസ് അടിച്ചമർത്താൻ, റിവോൾട്ട് അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരെ ബംഗാള് ഹെൽപ്പ് കൂടി ചെയ്തു. ഇതൊക്കെയാണ് ഈ റിവോൾട്ട് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ. ഓക്കെ. നെക്സ്റ്റ്, റിസൾട്ട് ഓഫ് റിവോൾട്ട് എന്തായിരുന്നു കുട്ടികളെ? ഈ 1857 റിസൾട്ട്. എൻഡ് ഓഫ് ദി കമ്പനി റൂൾ, ബ്രിട്ടീഷുകാരുടെ കമ്പനി റൂളിന്റെ അവസാനം. ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, മോഡേൺ ഇന്ത്യയുടെ ചരിത്രം, പുതിയ ചരിത്രം കുറിച്ചു. ഡയറക്ട് റൂൾ ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ, നേരിട്ടുള്ള ബ്രിട്ടീഷ് ക്രൗണിന്റെ ഭരണം എന്നോട്ട് തുടങ്ങി. 1 നവംബർ 1858 തൊട്ട് തുടങ്ങി. റിലീജിയസ് ടോളറൻസ് ഡ്യൂ ടു അറ്റൻഷൻ വാസ് പെയ്ഡ് ടു കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. നമ്മുടെ ഭാരതീയ സംസ്കാരം നിലനിർത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഗവർണർ ജനറലിൽ നിന്ന് വൈസ്രോയി ആയിട്ട് രൂപമാറ്റം ചെയ്തു. മിലിറ്ററി ഓർഗനൈസേഷനോട്ട് ബന്ധപ്പെട്ട എന്താണ്? ഇറ്റ് വാസ് അറേഞ്ച് ദ എൻഡ് ഓഫ് ദ ഡൊമിൻസ് ഓഫ് ദ ബംഗാൾ ആർമി. ഇത് ബംഗാൾ ആർമിയുടെ അവസാനം കുറിച്ചു. ഓക്കെ. മനസ്സിലായല്ലോ കുട്ടികളെ? ഇത്രയും പറഞ്ഞത് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. ബ്രിട്ടീഷ് ക്രൗൺ എന്നോട്ടാണ് നമ്മുടെ ബ്രിട്ടീഷ് ക്രൗണിന്റെ ഭരണം തുടങ്ങിയത്. ഓക്കെ. അങ്ങനെയുള്ള മെയിൻ ഇമ്പോർട്ടന്റ് ഗവർണർ ജനറലിൽ നിന്ന് വൈസ്രോയി ആയ കാലഘട്ടം ഏതാണ്? ഓക്കെ. പിന്നെ ബംഗാൾ ആർമിയെ ഡൊമൈൻസ് അറേഞ്ച്ഡ് ടു എൻഡ് എന്നാണ് നമ്മുടെ എൻഡ് ആക്കിയത്. ഇവിടെ കാലഘട്ടം അവസാനിപ്പിച്ചത് ഏത് കലാപത്തിൽ കൂടെയായിരുന്നു? നെക്സ്റ്റ് പോവാം. ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ദ റിവോൾട്ട് ഓഫ് 1857 അൺപ്രസിഡന്റഡ് ഈവന്റ് ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ.
It united though in a limited way many sections of Indian society of common case. To the revolt failed, achieved to desired goal, sowed seeds of Indian nationalism. ഇന്ത്യൻ നാഷണൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണലിസത്തിലോട്ട് ഒരു കാലെടുത്ത് വെപ്പായിരുന്നു ഈ റിവോൾട്ട് 1857 എന്നൊരു റിവോൾട്ടിന്റെ അനന്തര ഫലം എന്ന് വെച്ചാൽ നമ്മുടെ ദേശീയതയിലും ഇന്ത്യൻ നാഷണലിസത്തിലോട്ടും കാലെടുത്ത് വെച്ചു. നമുക്ക് ഫ്രീഡം എന്നൊരു ഓപ്ഷൻ, അതായത് മനസ്സിനുള്ളിൽ ഇന്ത്യക്കാരുടെ മനസ്സിനുള്ളിലെല്ലാം സ്വാതന്ത്ര്യം വേണമെന്നൊരു ഓപ്ഷൻ ഇതിനകത്തുകൂടി നേടിയെടുത്തു. നമ്മുടെ പാരമ്പര്യ അവകാശങ്ങൾ, സാംസ്കാരികങ്ങൾ അത് നിലനിർത്തിപ്പോയി. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്, ഹൂ ടേം ദ റിവോൾട്ട് 1857 കോൺഫറൻസി? ഏതാ 1857 കോൺഫറൻസി ആരാണ് പറഞ്ഞത്? ഗൂഢാലോചനയായിരുന്നു 1857. ആരാ പറഞ്ഞ? ജെയിംസ് ചൗട്രാൻ ആൻഡ് W. ടൈലർ ആണ് ആൻസർ. ഓക്കെ, ആരാണ് പറഞ്ഞത്? 1857 കലാപത്തെ ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ചത് ജെയിംസ് ചൗട്രാൻ ആൻഡ് W. ടൈലർ ആണ്. നെക്സ്റ്റ്, was the first Indian soldier who refused used grease cartridges? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മൃഗക്കൊഴുപ്പടങ്ങിയ കാർട്രിഡ്ജ്. അത് ആദ്യമായിട്ട് ഇന്ത്യൻ സോൾജിയർ ആരാണ് നിരസിച്ചത്? ആരായിരുന്നു? ആരായിരിക്കാൻ സാധ്യതയാണ്? മംഗൾ പാണ്ഡെ തന്നെ, ഫസ്റ്റ് മാർട്ടിയർ ഓഫ് 1857. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഇസ് ദ ടോംബ് ഓഫ് റാണി ലക്ഷ്മിബായി? ശവകുടീരം എവിടെയാണ്? ഗോളിയറിലാണ് കുട്ടികളെ. എവിടെയാണ്? ഗോളിയറിലാണ്. ഓക്കെ, by whom the doctrine of laws adopted? ആരാണ് നടപ്പിലാക്കിയത് doctrine of laws? ദത്തവകാശ നിരോധന നിയമം എന്നറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻ നമ്പർ 2 ആണ്, ഡോഡ് ഡൽഹൌസി ആണ് നടപ്പിലാക്കിയത്. ഓക്കെ, where did the revolt 1857 start in India? എവിടെ നിന്നാണ് കുട്ടികളെ ഇത് റിവോൾട്ട് 1857 തുടങ്ങിയത്? മീററ്റ്. ഓപ്ഷൻ നമ്പർ 2 ആണ് റൈറ്റ് ആൻസർ, മീററ്റ്. ഓക്കെ, who did the revolt 1857 in Bihar? ബീഹാറിൽ ആരാണ് നയിച്ചത്? ബീഹാറിൽ ആരാണ്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രക്കൻവർ സിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, what's the real name of താന്ത്യ തോപ്പി, the leader of the 1857? 1857 ലീഡർ ആയിരുന്ന താന്ത്യ തോപ്പിയുടെ യഥാർത്ഥ പേരെന്താണ്? യഥാർത്ഥ പേര് ഓപ്ഷൻ നമ്പർ A ആണ്, രാമചന്ദ്ര പാണ്ഡുരംഗ്. രാമചന്ദ്ര ഇതാണ്, A ആണ് കേട്ടോ, രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. ഓക്കെ കുട്ടികളെ, ഓവറോൾ ലീഡർ, മൊത്തത്തോടുള്ള ലീഡർ ആയിരുന്നു? ഓവറോൾ ലീഡർ ഓഫ് ദ റെവല്യൂഷൻസ് 1857 ആരായിരുന്നു? ഓപ്ഷൻ നമ്പർ 3 ആണ് കുട്ടികളെ ആൻസർ, ബഹദൂർ ഷാ സഫർ. ഓക്കെ, വാട്ട് വാസ് ദ മെയിൻ റീസൺ ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ? എന്തായിരുന്നു കുട്ടികളെ മെയിൻ ആയിട്ടുള്ള ഈ സ്ട്രഗിൾ ഉണ്ടാകാനുള്ള മെയിൻ റീസൺ? നേരത്തെ ഞാൻ പറഞ്ഞു, ഗ്രീൻ കട്രേജ് യൂസ്, മൃഗക്കൊഴുപ്പടങ്ങിയ തിരകള് നിറയ്ക്കാനുള്ള ഓർഡർ കൊടുത്തതാണ് ഈ 1857 എന്ന കലാപത്തിലേക്ക് നയിച്ച മെയിൻ ആയിട്ടുള്ള റീസൺ. ഗ്രീൻ കാട്രിഡ്ജ് യൂസ്. വാസ് ദ മുഗൾ പാണ്ഡെ ഹാങ്ഡ്? സോറി, വെൻ വാസ് ദ മുഗൾ, എപ്പോഴാണ് നമ്മുടെ മുഗൾ പാണ്ഡെ ഫസ്റ്റ് മാട്രിയർ എന്നറിയപ്പെടുന്ന 1857 കലാപത്തില് എപ്പോഴാണ് ഹാങ് ചെയ്ത് തൂക്കിക്കൊന്ന? എപ്പോഴായിരുന്നു? 8 ഏപ്രിൽ. ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ നോട്ട് ചെയ്തേക്കണം കുട്ടികളെ, എല്ലാം നോട്ട് ചെയ്യണം. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും പ്രിപ്പറേഷൻ ചെയ്ത് തരുന്നതും. ഓക്കെ, 8 ഏപ്രിൽ 1857. Which leader was named Dond Pand? The revolt of 1857. Dond Pand എന്നറിയപ്പെടുന്ന ആരെയാണ്? ആരാണ് കുട്ടികളെ? നാനാ സാഹിബാണ്. ഓക്കെ, വാട്ട് വാസ് ദ ഒറിജിനൽ നെയിം ഓഫ് റാണി ലക്ഷ്മിബായിയുടെ വിളിപ്പേര് എന്തായിരുന്നു? ഓപ്ഷൻ നമ്പർ A മണികർണികയാണ്. ഓക്കെ,
Who led the Kanpur rebellion? ആരാണ് കുട്ടികളെ കാൺപൂർ നയിച്ചത്? ആരാണ് കുട്ടികളെ കാൺപൂർ നയിച്ചത്? നാനാ സാഹിബ്. ഓക്കെ, നെക്സ്റ്റ്. Who led Lucknow? ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇമ്പോർട്ടന്റ് ലേഡിയാണിത്, ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ, ആരാണ് ലക്നൗ നയിച്ചത്? ബീഗം ഹസ്രത്ത് മഹൽ. Mangal Pandey's important role in 1857. Revolt belonged in which battalion? ഏത് ആർമിയുടെ ഏത് ബറ്റാലിയൻ ആയിരുന്നു ഇത്? ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മംഗൾ പാണ്ഡെക്കായിരുന്നു. മംഗൾ പാണ്ഡെയാണ് ആദ്യം പറഞ്ഞത് ഞാൻ തിര നടക്കില്ല എന്ന് പറഞ്ഞ അഗേൻസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തൊരു ബ്രിട്ടീഷ് സൈനികനെ കൊന്നത്. അതിന്റെ പേരിലാണ് റിവോൾട്ട് ആരംഭിച്ചതും. എത്രാമത്തെ ബറ്റാലിയൻ ആയിരുന്നു? 34th നേറ്റീവ് ഇൻഫൻട്രി ആണ്. 34ാമത്തെ ഇൻഫൻട്രി ബറ്റാലിയൻ ആയിരുന്നു മംഗൾ പാണ്ഡെ. ഓക്കെ, നമ്മുടെ SSC NDPCയുടെ ക്രാഷ് കോഴ്സ് 45 ഡേയ്സിന്റെ കുട്ടികളെ 20-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. 45 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആയിരിക്കും. ഫുൾ സിലബസ്, ഫ്രീ ലൈവ് ക്ലാസ്, കൂടാതെ തന്നെ എത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കും ഇതിനകത്തുള്ള പ്രയോജനം. എക്സാം വിജയിക്കുന്ന കുട്ടികൾക്കുള്ള പ്രയോജനം, ഫിസിക്കൽ ട്രെയിനിങ് തികച്ചും ഫ്രീ ആയിട്ടായിരിക്കും ഇതിനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫീസ് ഇതൊന്നും അല്ല. നമ്മുടെ ഫീസ് only 999 ആണ്. താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറുകൾ കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്. The revolt of 1857 was started Meerut on 1857. റിവോൾട്ട് മീററ്റിൽ സ്റ്റാർട്ട് ചെയ്ത് എന്നായിരുന്നു കുട്ടികളെ? 10 May 1857. ഓക്കെ, നെക്സ്റ്റ്. Was shot dead by Mangal Pandey during the revolt of 18. ആരാണ് മംഗൾ പാണ്ഡെ കാരണം മരണപ്പെട്ട? ഷോട്ട് വെടിവെച്ച് കൊന്നത് ആരെയായിരുന്നു? മനോജ് ഹൻസൺ ആണ്. ഓക്കെ, നെക്സ്റ്റ്. Was the British Prime Minister during the time of 1857? ആരായിരുന്നു ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ? വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടന്റ് കോട്സ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. 1857 ഇതുമായിട്ട് കുറച്ച് നല്ല കോട്സുകളുണ്ട്, ചോദിക്കുന്നതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് തന്നെയാണ്. അത് വ്യക്തമാക്കി തരാം. നമ്മളിപ്പോ പറഞ്ഞു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സിവിലൈസേഷൻ ആൻഡ് ബാർബേറിയൻസ്. ഈ റിവോൾട്ടിന് എന്താ പറഞ്ഞത്? ഈ സിവിലിയൻസ് ബ്രിട്ടീഷുകാരെയാണ്, ബാർബേറിയൻസ് ഇന്ത്യക്കാരും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ആണ്, ഒരു ഏറ്റുമുട്ടലാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? TR ഹോമസ് ആണ്. TR ഹോമസ് ആണ് വിശേഷിപ്പിച്ചത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സിവിലൈസേഷൻ ആൻഡ് ബാർബറിയൻസ്. ജോൺ ഔട്ട്രം എന്താണ് വിശേഷിപ്പിച്ചത്? ജോയിന്റ് കോൺഫറൻസ് ഓഫ് ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റീസ്. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒരു ഗൂഢാലോചനയാണ് 1857 എന്ന് വിശേഷിപ്പിച്ചതാരാ? ജെയിംസ് കോട്രോൺ. ബെഞ്ചമിൻ ദസ്രേലി എന്താ വിശേഷിപ്പിച്ചത്? നാഷണൽ റിവോൾട്ട് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ബെഞ്ചമിൻ ദസ്രേലി നാഷണൽ റിവോൾട്ട്. ഓക്കെ, സവാർക്കർ ആൻഡ് അശോക് മേത്ത എന്താ? The picture of the revolt of the 1850, the first war of Indian independence. First war of independence വിശേഷിപ്പിച്ച ആരാണ്? സവാർക്കറും അശോക് മേത്തയാണ്. ഓക്കെ, യെസൻ സെൻ എന്താ വിശേഷിപ്പിച്ചത്? What began the fight of the for religion ended as a war of independence എന്ന് പറഞ്ഞതാരാ? SN സെൻ ആണ്. ഓക്കെ, നമ്മുടെ ബുക്കുകളാണ്. ഈ കാലഘട്ടത്തിൽ കുറച്ച് ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, മെയിൻ ഇമ്പോർട്ടന്റ് ആണ്. SN സെൻ എന്ന് പറഞ്ഞാൽ എന്താ? സുരേന്ദ്രനാഥ സെൻ എഴുതിയ ബുക്കാണ്. 1857 പബ്ലിഷ് എന്നായിരുന്നു 1957. ഓക്കെ, VD സവാർക്കർ എഴുതിയ പുസ്തകം ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ജോർജ് ബ്രൂസ് മക്സൺ
The Indian Mutiny of 1857. ഓക്കെ കുട്ടികളെ, ഇത്രയും ക്ലാസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ എല്ലാ മത്സര പരീക്ഷകളിലും വരുന്നതാണ്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരുന്നു ഇന്നത്തെ ദിവസവും, ആദ്യം തുടക്കം തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ ക്ഷമിച്ചു തന്നെ പോവാം. കാര്യം നമ്മുടെ ഫ്രീ ലൈവ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എല്ലാ ദിവസവും കാണുന്നതായിരിക്കും. ഓക്കെ, എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. വരുന്ന എക്സാമിന് ബന്ധപ്പെട്ടാൽ GK, കറണ്ട് അഫയേഴ്സ്, മറ്റു പോർഷൻസ്, സയൻസ്, എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ഫ്രീ ലൈവായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. കാരണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ ദിവസം ക്ലാസ് ബ്രേക്ക് ചെയ്യുകയാണ്. നാളെ വീണ്ടും ഇതിന്റെ ബാക്കിയുമായി കാണാം. നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. രാവിലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഏതാണ് ടോപ്പിക് എന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ് 2 ദിവസമായ ടെക്നിക്കൽ ഇഷ്യൂസ് ആണെന്ന് പറഞ്ഞു, അത് ഇനി ഉണ്ടാവില്ല മുന്നോട്ട്. അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അന്നേരം കുട്ടികളെ എല്ലാവർക്കും എന്റെ ശിവരാത്രി. ഇന്നത്തെ ദിവസം ബ്രേക്ക് ചെയ്യാണ്. നാളെ നമുക്ക് വീണ്ടും ടൈമിന് 7:30 അല്ലെങ്കിൽ 8 മണിക്ക് തന്നെ നോട്ടിഫിക്കേഷനകത്ത് ടൈം നോട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കൃത്യസമയത്ത് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യണം. ഫ്രീ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. വരുന്ന മത്സര പരീക്ഷകളിൽ എല്ലാം ജോയിൻ ചെയ്യണം. നിങ്ങൾ എക്സാം എഴുതി പാസ്സായി ഒരു ഏറ്റവും നല്ലൊരു ജോലിയിലേക്ക് പോവുക. ഇന്നത്തെ കാലത്ത് വേണ്ടത് ജോലിയാണ് കുട്ടികളെ. അത്യാവശ്യം ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്ക് ജോലി അത്യാവശ്യമാണ്. അന്നേരം അത്ര സീരിയസോടെ കണ്ട് ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കുക. ഏത് കാര്യങ്ങളും ഏത് കോഴ്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ നമ്പർ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് താങ്ക് യു ഫോർ ആൾസ്.